ഹോർഹെ പെരേര ഡൈസിൻ്റെ പകരക്കാരൻ ആര് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത്. ഇത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമൊന്നുമല്ല. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഹോർഹെ പെരേര ഡൈസ് പോയി കഴിഞ്ഞ ശേഷം അതിൻ്റെ പകരക്കാരനെ കണ്ടെത്തിയിട്ടേ ഇല്ല. അപ്പസ്തലോസ് ജിയാനു വന്നു, അങ്ങനെ പല പ്ലേയേഴ്സും വന്നു. പക്ഷേ അദ്ദേഹത്തിനൊരു പകരക്കാരനാകാൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. ഇതിലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുംബൈ സിറ്റി FC ഇപ്പോൾ നമ്മുടെ ജോർജ് പെരേര ഡൈസിനൊരു പകരക്കാരനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തായാലും ഒരാളെ കണ്ടെത്തിയെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. നിക്കോള കരോലിസ് എന്ന് പറയുന്ന ഗ്രീസ് സെൻട്രൽ ഫോർവേഡാണ് അവർ കണ്ടെത്തിയ ആ ഒരു താരമെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാറ്റുള്ള താരമാണ്. ഗ്രീസിൻ്റെ ഫസ്റ്റ് ഇയറിൽ ഏതാണ്ട് 177 മത്സരങ്ങളിൽ നിന്ന് 45 ഗോളും അതുപോലെ തന്നെ 15 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അതുപോലെ ബെൽജിയം ഫസ്റ്റ് ഇയർ ലീഗിൽ 40 മത്സരങ്ങളിൽ നിന്ന് 18 ഗോളും 5 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. സോ അങ്ങനെ വലിയ റെക്കോർഡുകളുള്ള വളരെ മികച്ചൊരു താരമാണ് ഈ നിക്കോള കരോലിസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രീസ് താരം. എത്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് മുംബൈ സിറ്റി FCയുടെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സൈനിങ് എന്ന് തന്നെ പറയണം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്റർ കാശിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ഇന്റർ കാശി ആദ്യത്തെ സീസണായിരുന്നു കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത്. ആ ഒരു സീസൺ അവർ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്റർ കാശിയുടെ ആ ഒരു സീസണിൽ ഫോറിൻ താരങ്ങളുടെ എല്ലാം കോൺട്രാക്റ്റ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അതായത് ഇന്റർ കാശിയുമായിട്ടുള്ള കോൺട്രാക്റ്റെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇതുവരെ ഇന്റർ കാശി അത് റിന്യൂ ചെയ്യുകയോ ഈ ഒരു താരങ്ങൾ മറ്റ് ക്ലബ്ബിലേക്ക് പോവുകയോ എന്നുള്ള വാർത്തകളൊന്നും കേട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്റർ കാശി ഇവർ നിലനിർത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നാണ്. എന്തായാലും മരിയോ ബാർക്കോ അദ്ദേഹമൊക്കെ മികച്ച പ്ലെയറാണ്. ബംഗളൂരു FC ഒക്കെ ഒരു വട്ടം നോട്ടം വിട്ടൊരു താരമാണ്. അതുപോലെ തന്നെ നമ്മുടെ പീറ്റർ ഹാഡ്ലി ജംഷഡ്പൂർ FCയുടെ ഷീൽഡ് നേടിയവരുടെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ജിയാനി ദോ സാൻറ്റോസ് എന്നൊക്കെ പറയുന്ന ഒരു ലെഫ്റ്റ് വിങ്ങർ പ്ലെയറൊക്കെ ഉണ്ട്. എല്ലാവരും മികച്ച പ്ലെയേഴ്സാണ്. സോ ഇവർ നിലനിർത്തുമ്പോൾ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി ഈ ഒരു വീഡിയോയുടെ അവസാനം ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ അത് നമ്മുടെ ഹെഡ് കോച്ചായ മിഗാൽ സ്റ്റാറിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. എന്തായാലും എല്ലാവരും അതിന് ബർത്ത്ഡേ വിഷ് നേരുക. അതിൻ്റെ ജോബ്, അതായത് അതിൻ്റെ ലക്ഷ്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് 12 വർഷമായിട്ട് കിരീടമില്ല. നമ്മൾ ഐസിൽ തുടങ്ങിയിട്ട് 10 വർഷമായി നമുക്കും കിരീടമില്ല. സോ ആ ഒരു കിരീട വരൾച്ച എന്നൊക്കെ പറയത്തില്ല. സോ ആ ഒരു സംഭവത്തിന് വിരാമം ഇടാൻ നമ്മുടെ മിഗാൽ സ്റ്റാർ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. ഇതിലും വലിയ അവസരങ്ങൾ നമുക്ക് ഈ സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ. കാരണം ഡ്യൂറൻ കപ്പിൽ മിക്കവാറും ഉള്ള ടോപ്പ് ടീമുകളെല്ലാം അവർ റിസർവ് ടീം വെച്ചാണ് ഇറങ്ങുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അവസരമാണ് ഒരു ഡ്യൂറൻ കപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോച്ചിനെല്ലാവരും കമൻറ്റ് ബോക്സിൽ ബർത്ത്ഡേ വിഷസ് നേരുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.